കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉത്സവമൊക്കെ നടക്കല്ലേ. അപ്പോൾ അത് കാരണം സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും ജസ്റ്റ് അമ്പലത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് പരിപാടി കാണാനുള്ള പോക്കാണ് കേട്ടോ. കണിച്ചുള്ളങ്ങര അമ്പലമാണ്. ഇതൊക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ള സ്കൂളാണ് കേട്ടോ. നമ്മുടെ കണിച്ചുള്ള അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു സ്കൂളുണ്ട്, കണിച്ചുള്ളങ്ങര സ്കൂള്. അവിടെയാണ് കേട്ടോ ഞാൻ +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര മെമ്മറബിൾ. കാരണം കുറേ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ചിക്കരക്കുട്ടികളെ കണ്ടോ? നിങ്ങൾക്കറിയോ ചിക്കരക്കുട്ടികളെ എന്താണെന്നുള്ളത്? ആ ചുവന്ന പട്ട് നമ്മുടെ ഹരയിലും അതേപോലെ തന്നെ തലയിലൊക്കെ കെട്ടിയിട്ടുള്ള ആ കുട്ടികളെ പറയുന്നതാണ് കേട്ടോ ചിക്കര കുട്ടികളെന്ന് പറയുന്നത്. ഇത് കണ്ടോ, അവർ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലെയാണ്, ഒരു 9:30-10 മണിയൊക്കെ ആയി കാണും കേട്ടോ. ആ സമയത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. വ്രതവും കാര്യങ്ങളൊക്കെ നോറ്റ് അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് അനിയത്തിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കടയിലൊക്കെ കയറി. ബലൂൺസ് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരും കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ മേടിക്കണമെന്ന്. പക്ഷേ വെറുതെ പൈസ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മേടിച്ചെങ്കിലും കൊടുക്കായിരുന്നു. അനിയത്തിക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കുട്ടീനെ കണ്ടതാണ് കേട്ടോ. ആ കുട്ടീനെ BP ഊതിനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് ആ കുട്ടീനെ ഒന്ന് തടഞ്ഞു നിർത്തി ഞാൻ ഊതിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ആളൊന്ന് ശരിക്കാണ്ട് ഊതി കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ, നല്ല രസമില്ലേ? പിന്നെ ഇതൊക്കെ മെമ്മറബിൾ അല്ലേ. ഇതൊക്കെ പണ്ടുള്ള ബലൂൺ 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഗൈസ്. ഇപ്പം തന്നെ ഒരു 20 രൂപയെങ്കിലും ആയി കാണും അതിനൊക്കെ. പിന്നെ ഇതേ കുറേ സാധനങ്ങൾ. ഇത് മേടിക്കണില്ല എനിക്ക്, അനിയത്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കണം. പിന്നെ നുറുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും വഴിപാടായിട്ട് ഉണ്ടയൊക്കെ കൊടുക്കുമായിരുന്നു, ഒരു വൈറ്റ് കളറുള്ളത്. അപ്പം ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ വന്നിട്ട് ഉണ്ട പുഴുങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരും കേട്ടോ, ഉണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എங்கே തിരിഞ്ഞു നോക്കിയാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അമ്പലത്തിൽ ഞാൻ അങ്ങനെ ഡെയിലി അങ്ങനെ പോവുക, അങ്ങനെ വിശ്വാസം കൂടുതൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പരിപാടീസിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. ഒരുപാട് നല്ല ബൊമ്മയുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഗൈസ്. നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ടൊന്നും മേടിക്കാനില്ല, ഒൺലി ദർശനം മാത്രം. അങ്ങനെ ലവിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ വീട്ടിലേക്ക് ചാടുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ. ലാസ്റ്റ് ഒരു ചിക്കരക്കുട്ടീനെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ.